അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ശരിക്കും രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നേതാവിനെ കേരളത്തിലെ കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് കെട്ടിയിറക്കിയത്. ഇവിടെ ഉണ്ടായിരുന്ന കെ സുരേന്ദ്രനാകട്ടെ, വി മുരളീധരനാകട്ടെ, അതോടൊപ്പം പി കെ കൃഷ്ണദാസ് ആയിക്കോട്ടെ, സി കെ പത്മനാഭൻ ആയിക്കോട്ടെ, അങ്ങനെ നിരവധി നേതാക്കന്മാർ, എം ഡി രമേശ്, അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇവിടെ, ശോഭാ സുരേന്ദ്രൻ, അങ്ങനെ നിരവധി ആൾക്കാർ ഉള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒ രാജഗോപാലിന് മുൻപോ പിൻപോ എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. അപ്പൊ അതിന് മുൻപും പിൻപും ഒരു MLA നിയമസഭയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തന്നെയുമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പലയിടങ്ങളിൽ 2ാം സ്ഥാനത്തേക്ക് വരുന്നതിന് അപ്പുറത്തേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ UDFന്റെ ഒരു മുന്നണി സംവിധാനത്തിന് മുകളിലേക്ക് എത്തിപ്പെടാൻ പലയിടങ്ങളിലും സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം UDF വിജയിക്കുന്ന സ്ഥലങ്ങളിൽ സെക്കൻഡ് പ്ലേസിൽ വരുന്നത് LDF ആയിരിക്കും. ഈ 2ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടു പോവുക, സ്റ്റാറ്റിക്കായിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയുണ്ട് ശരിക്കും. അപ്പോൾ അതിനിടയിലാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ കടന്നുവരവും. ഈ പറയുന്ന നേതാക്കന്മാരെ ഒന്നും പാർട്ടിയെ ഇവിടെ കേരളത്തിൽ വളർത്താൻ തക്ക ശേഷിയുള്ളവരായി കേന്ദ്ര നേതൃത്വം പരിഗണിച്ചില്ല. അതുകൊണ്ടാണല്ലോ കെ സുരേന്ദ്രൻ ഇത്രകാലം ഉണ്ടായിരുന്നിട്ടും ഈ പറയുന്ന മുതിർന്ന നേതാക്കൾ നിരവധി ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെ ഒരാളെ കൊണ്ടുവരേണ്ടി വന്നത്, അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇവിടെ വന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ സാധിച്ചു. കാര്യം തൃപ്പൂണിത്തുറ, കോട്ടയം നഗരസഭകളും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ പിടിച്ചെടുക്കാൻ BJPക്ക് സാധിച്ചു. പക്ഷേ കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുത്ത് അമ്പൈ പരാജയപ്പെട്ടു പോയി. PV രാജേഷിനെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളാണ്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടിയാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിയത്. പോട്ടെ, അങ്ങനെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ തന്റെ കരുത്ത് ഇവിടെ തെളിയിച്ചു. ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നേമം എന്ന് പറയുന്ന മണ്ഡലം ഞങ്ങൾക്ക് BJPക്ക് അനുകൂലമായി നിൽക്കും എന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് രാജീവ് ചന്ദ്രശേഖർ അഡ്വാൻസ് ആയിട്ട് അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. മറ്റ് ആരെയും പരിഗണിക്കാതെ, പാർട്ടിയെ പോലും പരിഗണിക്കാതെ, പാർട്ടിയിലുള്ള ചർച്ചകൾ പോലും നോക്കാതെ ഈ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ഒരു അധികാരത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ സവിശേഷ സാഹചര്യം, ഇവിടെ ഒരു ഭൂരിപക്ഷ വർഗീയത പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു വോട്ട് അഭ്യർത്ഥനയോ വോട്ട് പിടുത്തോ നടക്കുന്ന സാഹചര്യമല്ല ഉള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് ശ്രമിച്ചു. അതായത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ക്രിസ്തീയ സമൂഹത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിൽ, ഇപ്പം നമുക്കറിയാവുന്ന പോലെ മുനമ്പം വിഷയത്തിൽ കാര്യക്ഷമമായി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തിയെങ്കിൽ തന്നെയും പിന്നീട് കിരൺ റിജിജുവിനെ പോലുള്ള കേന്ദ്ര മന്ത്രിമാർ വന്നിട്ട് അവസാനം ഇത് കോടതിയുടെ വിഷയത്തിലാണ് എന്ന് പറയുന്നു, അല്ലെ കോടതിക്കാണ് ഇതിനകത്ത് അന്തിമമായ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കേന്ദ്രമന്ത്രി വന്ന് സംസാരിക്കുമ്പോൾ അതുവരെ BJPക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു പ്രാതിനിധ്യം അവിടെ നഷ്ടപ്പെടുന്നു. 50ഓളം പേരാണ് അവിടെ ഈ മുനമ്പം സമരവും വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ BJPയിലേക്ക് അംഗത്വം എടുത്തത്. പിന്നെ രണ്ടാമത് ഇപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന NDA എന്ന് പറയുന്ന മുന്നണിയിലേക്ക് വന്ന പല ഘടകകക്ഷികൾക്കും കൂടുതലായി സീറ്റുകൾ നൽകുകയും BJPക്കുള്ള സീറ്റ് കുറയുകയും ചെയ്തു.